ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നോട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ പോലുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ നോട്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ്. അതായത് ഇൻസ്റ്റാഗ്രാം അതിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലുള്ള ഷെയർ ബട്ടൺ ഒഴിവാക്കുന്നു. അപ്പോൾ ഇനി അതിന് പകരം എന്ത്? അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് ഓർ വീഡിയോ ഓർ റീൽസ് അത് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഇത്, അതായത് ഷെയർ ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതായത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ഏകദേശം ഇതുപോലെയാണ് നമുക്ക് കാണിക്കുക. അതിൽ നിങ്ങൾക്ക് സ്റ്റോറിയുടെ ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പക്ഷേ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് ആ ആഡ് ദിസ് പോസ്റ്റ് ടു യുവർ സ്റ്റോറി എന്ന ഓപ്ഷൻ ഇല്ല. അതിന് പകരം നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇങ്ങനൊരു ഓപ്ഷൻ. പുതിയ അപ്ഡേറ്റ് വന്നതിലൊക്കെ ഏകദേശം ഇതുപോലെയാണ് കാണിക്കുന്നത്. അപ്ഡേറ്റ് വരാത്തതിൽ പഴയ പോലെ തന്നെയാണ്. അതായത് ഈ ഷെയർ ബട്ടൺ അവർ ഒഴിവാക്കാൻ ഉള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. അതായത് ആഡ് ദിസ് പോസ്റ്റ് ടു യുവർ സ്റ്റോറി എന്ന ഓപ്ഷൻ അവർ ഒഴിവാക്കി. കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഷെയർ ബട്ടൺ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ് സ്റ്റോറി ഇടാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണും. ഇപ്പോൾ എൻ്റെ കണ്ട ആഡ് ദിസ് പോസ്റ്റ് ഒരു സ്റ്റോറി ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് സ്വൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റർ മോഡിൽ കയറുക. ക്രിയേറ്റർ മോഡിൽ കയറുക നിങ്ങൾക്ക് മേലെ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ്റെ പേര് സ്റ്റിക്കറാണ്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റീഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതായുള്ള പോസ്റ്റും പിന്നെ നിങ്ങൾ സേവ് ചെയ്ത പോസ്റ്റും പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗവും ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സേവ്ഡിൽ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു മൾട്ടി പോസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് പോസ്റ്റാണോ നിങ്ങളുടെ സ്റ്റോറിയിൽ കാണേണ്ടത് ആ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോറി ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ദിസ് പോസ്റ്റ് യുവർ സ്റ്റോറി എന്ന ഓപ്ഷൻ ഇല്ലെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റോറി ഇടാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.